എനിക്ക് നാട്ടിൽ വരാൻ വയ്യാത്തൊരു സാഹചര്യമൊക്കെ ആയപ്പോൾ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. ഗൾഫിൽ വെച്ച് എൻ്റെ ബിസിനസ് എല്ലാം തകർന്നപ്പോഴത്തേക്ക് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞങ്ങളെ മീഡിയയിലൂടെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. KFM ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ എന്ന യൂട്യൂബ് ചാനലിലൂടെയും KFM ഇന്ത്യ എന്ന ഫേസ്ബുക്ക് മീഡിയയിലൂടെയും ഞങ്ങളെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ദൈവം ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച വിധങ്ങളും ഒരു നായർ കുടുംബത്തിനകത്ത് ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ഇന്ന് പാസ്റ്റർ മിനിസ്ട്രിയിൽ ഞങ്ങളായിരിക്കുന്നു. കിങ്ഡം ഫസ്റ്റ് മിനിസ്ട്രീസ് എന്ന പേരിൽ നെടുമങ്ങാട് ബേസ്ഡ് ആയിട്ടുള്ള ചർച്ചും അതിൽ ഏകദേശം 2000-ഓളം പേർ കൂടുന്ന ചർച്ചാക്കി നെടുമങ്ങാട് പട്ടണ മധ്യത്തിൽ ദൈവം ഞങ്ങളെ നിർത്തുകയും ട്രിവാൻഡ്രം സിറ്റി ചർച്ച്, പാലോട്, വിതുര, ചെറുവാളം, കഴക്കൂട്ടം വിവിധ ദേശങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം വിശാലമാക്കുവാൻ, രാജ്യത്തിൻ്റെ അറ്റത്തോളം കർത്താവിൻ്റെ വേലയുമായി കടന്നു പോകുവാൻ ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുമെന്ന വചനപ്രകാരം ദൈവം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ലോകത്തിൻ്റെ അറ്റത്തോളം കടന്നുപോയി കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ തക്കവണ്ണം ദൈവം ഇതുവരെ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നെടുമങ്ങാട് പട്ടണത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾ പൂർണ്ണമായ ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരങ്ങളിലുമായിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ വാസ്തവമായി അറിയുവാനുള്ള അനുഭവങ്ങൾ, സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടായതിന് മൂലകാരണമായി തീർന്ന വ്യക്തിയാണ് എൻ്റെ പിതാവ്. എൻ്റെ പിതാവ് മായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ പിതാവ് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ, നിങ്ങളുടെ പിതാവ് എന്തേ എന്നൊക്കെ ചോദിക്കുന്ന പല ക്വസ്റ്റ്യനുകളുമുണ്ട്. അതുകൊണ്ടാണ് എന്നോടൊപ്പം ഇന്ന് രാമചന്ദ്രൻ നായർ, ഞങ്ങളുടെ ശ്രീജു പാസ്റ്ററുടെയും എൻ്റെയും പിതാവായിരിക്കുന്ന രാമചന്ദ്രൻ നായർ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞ സാക്ഷ്യങ്ങൾ നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ പിതാവ് നിങ്ങളുമായി അനുഭവങ്ങൾ, വിശ്വാസത്തിൽ വന്ന അനുഭവങ്ങളും പിതാവിൽ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വന്നതെന്നൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാൻ പോവുകയാണ്. വാസ്തവത്തിൽ പിതാവാണ് ഞങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് ഒരു കാരണമായി തീർന്നത്. കാരണം ആ അവസ്ഥകളാണ്, എൻ്റെ പിതാവിലൂടെ സംഭവിച്ച ചില അവസ്ഥകളാണ് വിശ്വാസത്തിൽ വരാൻ കാരണമായി തീർന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഞങ്ങൾക്കിന്ന് എൻ്റെ ഫാമിലിയായി, എൻ്റെ അച്ഛൻ, അമ്മ, സഹോദരൻ, എൻ്റെയും സഹോദരൻ്റെയും ഭാര്യമാർ, ഞങ്ങൾ കുടുംബമായിട്ട് ഈ കിങ്ഡം ഫസ്റ്റ് മിനിസ്ട്രി അതൊരു KFM ഫാമിലി എന്ന തരത്തിൽ അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ശക്തമായ ഒരു എതിർപ്പുകളിൽ നിന്നും ഒത്തിരി പ്രതികൂലമായ അനുഭവങ്ങളിൽ നിന്നൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ, പലപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പിതാവിനെ വിശേഷിപ്പിക്കാറുണ്ട്, ഒരു കടിച്ചു കയറുന്ന സിംഹം പോലെ ആയിരുന്ന ഒരു വ്യക്തിയെ ദൈവം ഒരു കുഞ്ഞാടിനെ പോലെ, ഒരു ജീവിതത്തിനകത്ത് യേശു വരുമ്പോൾ ആ മതത്തിൻ്റെ ചിന്തകൾക്കും മാറ്റിമറിച്ച് തീവ്രമായ പല ചിന്താഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് അപ്പോൾ കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ ഇന്ന് അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ ദൈവം ഞങ്ങളെ വിവിധ മേഖലകളിൽ ശുശ്രൂഷകളിൽ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഒരു കൂട്ടം പേരെ ദൈവം ഞങ്ങൾക്ക് നൽകി. ഇന്ന് എൻ്റെ പിതാവുമായിട്ടാണ് ഞങ്ങൾ തുടർന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഡാഡിക്ക് എത്ര വയസ്സായി? 77 ആവാൻ പോണു. എത്രാമത്തെ വയസ്സിലാണ് യേശുവിനെ? 52-ാമത്തെ വയസ്സിൽ യേശുവിനെ അറിയുന്നു. അപ്പോൾ ഡാഡി ഞങ്ങളുടെ വിശ്വാസത്തിലായതിന് ശേഷമാണ്, വിശ്വാസത്തിലായിരിക്കുന്ന സമയം എന്തൊക്കെ അറിഞ്ഞിട്ടാണ് ഡാഡി പിന്നെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വരുമ്പോൾ സമയത്ത് ഞങ്ങളെല്ലാം വിശ്വാസത്തിലല്ലേ? വിശ്വാസത്തിലാണ്. അപ്പോൾ അത് ഡാഡി എങ്ങനെയാണ് മാനസികമായി സ്വാധീനിച്ചും കാര്യങ്ങളൊക്കെ? മാനസികമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നു. അങ്ങനെ ഞാൻ ഇതിനെ പ്രതികരിച്ചുകൊണ്ടിരുന്നു. ഞാൻ 1997 ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നത്. 91 പോയി 97 തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്ന സമയത്താണ് ഇവർ വിശ്വാസത്തിലാണെന്ന് അറിയുന്നത്.
അങ്ങനെ വിശ്വാസത്തിലാണെന്നറിഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ഒരു RSS കാരനായിരുന്നു. അതുകൊണ്ട് ഞാൻ വന്നിറങ്ങിയപ്പോൾ തന്നെ നാട് മുഴുവനും റോസ് ചന്ദ്രൻ്റെ ഭാര്യയും മക്കളും ക്രിസ്ത്യാനിയായി, ബന്ധക്കോസുകാരായി എന്നും പറഞ്ഞ് രാഷ്ട്രീയക്കാരും മുഴുവൻ സംഘടനകളും മറ്റ് ബന്ധുക്കളും നാട്ടുകാരും മുഴുവൻ ജനങ്ങളും ഇളകി മറിയുകയായിരുന്നു. അത് അങ്ങനെ ഇവർ ക്രിസ്ത്യാനിയായി എന്നും പറഞ്ഞ് ഇളകി മറിയുക മാത്രമല്ല, ഇവരെ ദേഹോത്തരം ചെയ്യാൻ വേണ്ടി ഇതൊക്കെ നടത്തുകയും അതുപോലെ വീട് ആക്രമിക്കാൻ ശ്രമിക്കുകയും ഇങ്ങനെയൊക്കെ ഞാൻ അറിഞ്ഞു നാട്ടിൽ വന്നപ്പോൾ. എന്നാലും ഞാൻ പ്രവർത്തിച്ച സംഘടനക്കാർ എന്നോട് ഒന്ന് പറയും, രാമേന്ദ്ര എന്താ ഇവരെ രാമേന്ദ്രന് പറഞ്ഞു വിലക്കാൻ പറ്റൂലേ, എന്തിനാണ് നമ്മൾ നായർ തറവാട്ടിപ്പെടുന്നവരല്ലേ, അല്ലെങ്കിൽ സംഘടനാപരമായിട്ട് RSS രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകനായിട്ട് ഞാൻ 16-ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ്, അതിൽ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ എൻ്റെ 32 വയസ്സ് വരെ ഞാൻ സംഘത്തിൻ്റെ പ്രവർത്തകനായിരുന്നു, RSSൻ്റെ പ്രവർത്തകനായിരുന്നു. ആ അതെല്ലാം കഴിഞ്ഞ് നെടുമങ്ങാട്ടെല്ലാം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് നിൽക്കാൻ വയ്യാത്ത സാഹചര്യത്തിലാണ് ഞാൻ ഗൾഫ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഗൾഫ് യാത്ര ചെയ്ത് ആദ്യം ഒരിക്കൽ പോയി, രണ്ടാമതൊരിക്കൽ നാട്ടിൽ വന്നു. ആദ്യം ഒരിക്കൽ പോയി 7-8 വർഷം നിന്നിട്ട് നാട്ടിൽ വന്നു. വീണ്ടും ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം 91-ൽ വീണ്ടും ഞാൻ ഗൾഫിൽ പോകുന്നു. അങ്ങനെ 91-ൽ ഗൾഫിൽ പോയി 4 വർഷം വരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. അവിടെ ഞാൻ ബിസിനസ്സൊക്കെ തുടങ്ങി. ബിസിനസ്സൊക്കെ പരാജയം വന്നപ്പോൾ നാട്ടിൽ 1 രൂപ പോലും അയക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായി. അപ്പോഴാണ് ഇവരിങ്ങനെ വിശ്വാസത്തിലേക്കൊക്കെ കടന്നു പോകാൻ കാരണമെന്ന് ഞാൻ തിരിച്ചു വന്ന് അവിടെ വച്ച് അറിഞ്ഞു. അവിടെ വച്ച് തന്നെ ഞാൻ ഇവരിങ്ങനെയൊക്കെ ആയതും എനിക്ക് നാട്ടിൽ വരാൻ വയ്യാത്തൊരു സാഹചര്യമൊക്കെ ആയപ്പോൾ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. ഗൾഫിൽ വെച്ച് എൻ്റെ ബിസിനസ് എല്ലാം തകർന്നു. ഇതെല്ലാം ഇപ്പോഴത്തേക്ക് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണ്. അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ആത്മഹത്യ ചെയ്യാൻ കഴുത്തിലിടാനുള്ള ആലോചനയിൽ ഇരിക്കുമ്പോൾ തന്നെ കയറെൻ്റെ കഴുത്തിൽ ഇടാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആ സമയത്ത് എന്തോ ഒരു ശബ്ദം എനിക്ക് കേട്ടു. ഒരു ഭയങ്കര ശബ്ദം. എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനാടാ നീ മരിക്കുന്നേ, നിനക്ക് നല്ല ആരോഗ്യമില്ല എന്ന് ആരോ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നി. ആ സമയത്തെല്ലാം ഞാൻ നാട്ടിൽ തിരിച്ചു വരാൻ വേണ്ടി ഇവരും വിശ്വാസികളുമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഞാൻ നാട്ടിൽ തിരിച്ചു വരാൻ വേണ്ടി 7 വർഷമായിട്ട് ഞാൻ തിരിച്ചു വരാത്തത് കൊണ്ട് എന്നെ ഈ വിശ്വാസികളെയൊക്കെ ഇവരെ അറിയിച്ച് നാട്ടിലെ വിശ്വാസികൾ മുഴുവനും ഞാൻ നാട്ടിൽ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ അറിഞ്ഞു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ശക്തിയിലാണ് ഒരു ശബ്ദം എനിക്ക് കേട്ടത്. അത് ഞാൻ ആരാണെന്ന് എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടെയായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ അതെനിക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ ഒരു ശബ്ദമായിരുന്നു ആ കേട്ടതെന്ന്. അത് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ദൈവം സൗദി അറേബ്യയിലിരുന്ന എന്നോട് ദൈവം സംസാരിച്ചത്. അപ്പോൾ ഉടൻ തന്നെ ഞാൻ ആ ആത്മഹത്യ ചിന്ത അങ്ങ് മാറി. ഞാൻ ചാടി എഴുന്നേറ്റ് കെട്ടൊക്കെ അഴിച്ച്, ഞാനീ കെട്ടിയിരുന്ന കെട്ടെല്ലാം അഴിച്ച് കളഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വരണം, എങ്ങനെയെങ്കിലും നാട്ടിൽ വരണം. ആദ്യം നാട്ടിൽ വരാൻ തന്നെ ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യമായിരുന്നു. എന്തായാലും നാട്ടിൽ വരണം എന്നുള്ളൊരു ചിന്ത വന്നു. നാട്ടിൽ വന്നപ്പോൾ ഇതാണ് സ്ഥിതി. എൻ്റെ ഭാര്യയും മക്കളും പള്ളിയിൽ പോണവരായി. RSSകാരും BJPയിലെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ, ജില്ലാ കമ്മിറ്റി മെമ്പർ, നെടുമങ്ങാട് താലൂക്കിൻ്റെ കൺവീനർ, നെടുമങ്ങാട് താലൂക്കിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് 2 വർഷം അതിൽ പ്രവർത്തിച്ചു. അപ്പോൾ ഈ നാട്ടിലെ ഈ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് നാട്ടിൽ നിൽക്കാൻ വയ്യാതെ ഞാൻ പോയതാണ് ഗൾഫിൽ. പിന്നീട് ഗൾഫുകാരനായി. അങ്ങനെ ഗൾഫുകാരനായതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി. നാട്ടിൽ വന്ന് എൻ്റെ ഭാര്യയും മക്കളും പള്ളിയിൽ പോകുന്നവരായി. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും സഹോദരന്മാരെല്ലാം ശക്തമായിട്ട് എതിർക്കുന്നു, സംഘടനക്കാരെ എതിർക്കുന്നു, നാട്ടുകാർ എതിർക്കുന്നു. ഈ രീതിയിൽ എനിക്ക് വെളിയിറങ്ങി നടക്കാൻ വയ്യാത്ത സ്ഥിതിയായപ്പോൾ ഞാനും ഇവരെ രഹസ്യമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി, ഇവരെ ബന്ധിപ്പിക്കാൻ തുടങ്ങി. അവർ ഒരു കാരണവശാലും ബന്ധിരിയില്ല. അവർ പറഞ്ഞു, ഇതുപോലെ ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞുള്ളൂ. അന്ന് എന്നോട് പറഞ്ഞത്,
എനിക്കിന്ന് 18 വയസ്സായി. 18 വയസ്സായ എനിക്ക് എൻ്റേതായ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ആയി. അതുകൊണ്ട് ഞാൻ ഈ വിശ്വാസത്തിൽ നിന്നും മാറൂല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഷിജു പാസ്റ്റർ പിന്നെ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോണത്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ നിനക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാറായെങ്കിൽ നീ പൊക്കോ. അപ്പം ഞാൻ വിചാരിച്ചത്, ഏതായാലും ഒരു ഗുണ്ടയോ കള്ളനോ തെമ്മാടിയോ നാട്ടിലെ മദ്യപാനികളെ കൂടെയോ അങ്ങനെയൊന്നും പോയില്ലല്ലോ. അങ്ങനെ പോകണമെങ്കിൽ ഒരാൾ പോട്ടെ എന്നുള്ള ഒരു ധാരണയിൽ നീ പോകണമെങ്കിൽ പൊക്കോന്ന് പറഞ്ഞു. അത് ഞാൻ 3-4 സ്ഥലത്ത് അപേക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും സ്ഥലത്ത് കിട്ടിയാൽ ഞാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിശാഖപട്ടണത്തിൽ ഷിജു പോകുന്നത്, ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 3 വർഷക്കാലവും ഞാൻ ദേവോത്രങ്ങളും മറ്റുള്ളതൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം ഞാൻ ബൈബിളൊക്കെ വായിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഭാര്യ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കാലുടക്കി അടിച്ചിട്ട് ഇറങ്ങിപ്പോയി. വണ്ടി എടുത്തുകൊണ്ടിരുന്ന താഴോട്ട് ഇറങ്ങിയപ്പം പിന്നെ വണ്ടിയിൽ ബ്രേക്കില്ലാന്ന് തോന്നി. സഡൻ ബ്രേക്ക് ഒഴിച്ച് എന്നെ തൂക്കിയെടുത്ത് ഒരു മെറ്റിൽ ഇട്ടിരുന്ന ടാറിടാൻ കൊണ്ടിരുന്ന മെറ്റിലിൻ്റെ പുറത്ത് എന്നെ തെറിച്ച് കമന്ന് വീണ് എനിക്ക് ബോധമില്ലാതായി. അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടെങ്കിലും അവരെ വേദനിപ്പിച്ച് വെളിയിറങ്ങുമ്പോൾ എനിക്കെന്തെങ്കിലും അപകടം ഉണ്ടാകും. ഒരിക്കൽ ഞാൻ അടിച്ചിട്ട് ഇറങ്ങിപ്പോയി. കൊട്ടാരക്കര വെച്ച് എൻ്റെ കൈ ഒടിഞ്ഞു, ബൈക്കിൽ നിന്ന് വീണു. കാലുടക്കി അടിച്ചിട്ട് പോയി, കൈ ഒടിഞ്ഞ് ഇങ്ങനെ പ്ലാസ്റ്റർ കൂട്ടാണ് തിരിച്ചു വീട്ടിൽ വരുന്നത്. അപ്പോഴേ ഞാൻ വിചാരിച്ചേടാ ഇവരുടെ ദൈവം പിള്ളാത്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ എനിക്കുണ്ടായി വന്നപ്പോൾ അപ്പോൾ ശ്രീജു പാസ്റ്റർ എനിക്ക് സപ്പോർട്ടായിരുന്നു. ശ്രീജു പാസ്റ്റർക്ക് ഇവരെ രണ്ടുപേരെയും മാറ്റിയെടുക്കണം ഡാഡി എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പിറകെ നടന്ന് എൻ്റെ കൂടെ പറയുമായിരുന്നു. ശ്രീജു ആയിരുന്നു ഇവർക്ക് അനുകൂലമായിട്ട്. ശ്രീജു ആത്മീയനായിട്ട് അനുകൂലം അവൻ്റെ ആയിരുന്നു. ഇവരെ മറ്റുള്ളവർ ഉപദ്രവിക്കാതെ ഇരിക്കാൻ വേണ്ടി ശ്രീജു ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വന്നപ്പോൾ ശ്രീജു എൻ്റെ കൂടെയായി. ഡാഡി നമുക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്ന് ഇവരെ അടിച്ചിറക്കാം, വീട്ടിൽ നിന്ന് അടിച്ചിറക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒടുക്കം ശ്രീജു എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ദിവസം, വളരെയധികം മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസം, മറ്റുള്ള ഇതെല്ലാം വന്നു. അപ്പോൾ ഒരു ആത്മഹത്യ ചെയ്യാൻ പോയി എന്നൊക്കെ ഞാൻ വന്നപ്പോൾ അറിഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിപ്പം ശ്രീജുവിന് മനസ്സലിഞ്ഞ് ശ്രീജു പറഞ്ഞു, ഡാഡി ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒരു സ്ഥലം വരെ പോവാം, ഒരു 10 ദിവസം ഡാഡി ഞങ്ങളുടെ കൂടെ വരണം. അത് സെപ്റ്റംബർ മാസം, ഓണത്തിൻ്റെ കാലം, പിന്നെ ആ ഓണസമയം നമുക്കൊരു സ്ഥലം വരെ പോവാം, ഡാഡി ഒരു 10 ദിവസം ഞങ്ങളുടെ കൂടെ വരണം. അവിടെ വെച്ച് ഡാഡിക്ക് ഈ ജീവനുള്ള ദൈവം അല്ല എന്ന്, യേശു കർത്താവ് ജീവനുള്ള ദൈവം അല്ല എന്ന് ഉണ്ടെങ്കിൽ ഡാഡിയുടെ കൂടെ ഞങ്ങൾ അമ്പലത്തിൽ പഴയതുപോലെ നമുക്ക് അമ്പലത്തിൽ പോവാം, നമ്മൾ ആ ഹിന്ദു വിശ്വാസത്തിൽ ജീവിക്കാം. അല്ല എന്തെങ്കിലും അനുഭവം ഉണ്ടായാൽ ഡാഡി ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി, അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടാവില്ലല്ലോ എന്നുള്ള ധൈര്യത്തോടു കൂടി ഞാൻ എന്ത് ചെയ്തു, ശരി എന്നാൽ പോവാം, 10 അല്ല 15 ദിവസം വേണമെങ്കിൽ ഞാൻ വരാമെന്നും പറഞ്ഞു. ഞങ്ങൾ 3 പേരും കൂടി അന്ന് ഷിജു പിന്നെ അവിടെ ബൈബിൾ കോളേജിൽ പഠിക്കുകയാണ് വിശാഖപട്ടണത്തിൽ. പോയി ഷിജു പോയി 1-2 മാസമേ കഴിഞ്ഞു ആയുള്ളൂ എന്ന് തോന്നുന്നു അപ്പോഴേ. അങ്ങനെ ഷിജുവിൻ്റെയും സുഹൃത്തുക്കൾ ആ ക്യാമ്പിൽ അവിടെ ഉണ്ടായിരുന്നു. ഇവരെ 2 പേരെയും സുഹൃത്തുക്കളും അവിടെ ക്യാമ്പ് നടത്തിയ ആൾക്കാരും ഇവരെ 2 പേരെയും എൻ്റെ ഫാമിലി അറിയുന്നവരും ആയതുകൊണ്ട് ഞങ്ങളവിടെ ചെന്നുകൊണ്ട് തന്നെ അവർ വളരെ സ്വീകരണത്തോടു കൂടിയൊക്കെ പിടിച്ചിരുത്തി. അവിടെ ചെന്നപ്പം ഇങ്ങനെ 2 വരിയായിട്ട് ആണും പെണ്ണുമായിട്ട്, പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് 2 വരിയായിട്ട് അങ്ങനെ ഹാളും നിറഞ്ഞിരിക്കുന്നു. ദേവദാസന്മാർ പ്രസംഗിക്കാൻ നിൽക്കുന്നു. ഇതൊക്കെ കണ്ട് വൈകുന്നേരം ഞങ്ങൾ വൈകുന്നേരത്തെ ആരാധന തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകണം. അവിടെ ഭയങ്കര ഡയബടി
പെണ്ണുങ്ങളൊക്കെ കൈയടിച്ച് തുള്ളിച്ചാടുന്നു, ആണുങ്ങളൊക്കെ വയസ്സായി എന്നെക്കാളും പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഡൈവ് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രാന്താലയത്തിലടാ എന്നെയും കൊണ്ട് ഇവിടെ വന്നതെന്ന് ചോദിച്ചിട്ട് ഞാനെന്ത് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടുത്തെ ദേവദാസന്മാരും അവരെല്ലാവരും കൂടെയൊക്കെ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പ്രാന്താലയത്തിൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവിടെയുള്ള ദേവദാസന്മാർ ഇവരുമായിട്ടുള്ള ബന്ധം വെച്ചും കൊണ്ട് എന്നെ വന്ന്, സാറേ വരണം, ഇരിക്കണം, സാറിന് ആദ്യമായിട്ടാണ് ഒരനുഭവം ഉണ്ടായാലേ ഇങ്ങനെയൊക്കെ ആവുള്ളൂ, അതുകൊണ്ട് ഇരിക്കണം, 1-2 ദിവസം ഇരിക്കുമ്പോൾ അതങ്ങ് മാറും എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ മെയിൻ ദേവദാസൻ ഇതുപോലെയൊക്കെ പറഞ്ഞപ്പോൾ എന്നെ മനുഷ്യരല്ലേ എന്നുള്ള രീതിയിൽ ഞാനും ചെന്നിരുന്നു. അപ്പോൾ എനിക്കൊരു ബൈബിള്, ഒരു ലെറ്റർ പേഡ്, പിന്നെ പേന, മറ്റുള്ള ഇതെല്ലാം, ഒരു ഫയൽ, ഇതെല്ലാം കൂടെയൊക്കെ തന്നു. പിന്നെ ഇതെല്ലാം കൊണ്ട് ഞാനും ചെന്ന് ഇതിൻ്റെ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ പോയി ഇങ്ങനെ ഞാനിരുന്നു. പിന്നെ ഞാനിരിക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ 10 ദിവസത്തെ ആരാധനയാണ്. രാവിലെ കഴിഞ്ഞു, ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാം, അത് കഴിഞ്ഞ് വൈകുന്നേരം തുടങ്ങും, അത് വൈകുന്നേരം ആഹാരം കഴിഞ്ഞ് ഉറക്കണം, ഇങ്ങനെയൊക്കെയുള്ള നല്ല സൗകര്യമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാനും അങ്ങനെ ഇരുന്ന് എൻ്റെ ഭാര്യ ഇങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ തുള്ളാൻ തുടങ്ങി പിറ്റേ ദിവസം. അപ്പം ഞാൻ പറഞ്ഞു, അടിച്ച കർണക്കുറ്റിയെ പൊട്ടിച്ച മര്യാദയ്ക്ക് അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ്, ഈ തുള്ളൽ പാട്ടൊന്നും ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു അത് പരിശുദ്ധാത്മാവെന്ന്. ഞാൻ ഏതാത്മാവായാലും മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ 1 ദിവസമായി, 2 ദിവസമായി, പിറ്റേ ദിവസമൊക്കെ അവർ തുള്ളാൻ തുടങ്ങി. അങ്ങനെ അവിടെ എല്ലാവരും തുള്ളലും ഭയങ്കരമായിട്ട് ആരാധന അങ്ങ് തുടങ്ങി. അപ്പോൾ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഞങ്ങളുടെ കോവിലിൽ ഇതുപോലെ കള്ളത്തുള്ളലൊക്കെ തുള്ളുന്നവരുണ്ട്. ചുമ്മാ ഇത്തിരി ഭക്ഷണമൊക്കെ വാരി എറിയുമ്പോൾ പെണ്ണുങ്ങളും കയറി തുള്ളും, ചില ആണുങ്ങൾ തുള്ളും, പിന്നെ നല്ല തുള്ളലും ഉണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, 1 ദിവസമായി, 2 ദിവസമായി, ഞാൻ ഈ പുറകെ അറ്റത്തെ ഇതിൽ ഇങ്ങനെ ഇരിക്കണമെങ്കിലും ഇവർ ഒരു കാര്യം പോലും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കും, ഇവർ വചനമൊക്കെ സംസാരിക്കും, മറ്റുള്ളവർ ഇതെല്ലാം ചെയ്യും, ആരാധിക്കും. ഞാൻ വെറുതെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോൾ മാത്രം ഞാനും കൂടെ എഴുന്നേറ്റിരിക്കും, അല്ലാതെ ഞാൻ എഴുന്നേൽക്കുകയില്ല. ഞാൻ ഇവരുടെയൊക്കെ ഈ തുള്ളലും ആട്ടമൊക്കെ കണ്ടുകൊണ്ടേ അവിടെ ഇരിക്കും. അങ്ങനെ 7, 8, 9ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. രാവിലത്തെ ആരാധനയൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കൊരു അനുഭവം ഉണ്ടായില്ലല്ലോ, ഇവരെയും കൊണ്ട് തിരിച്ചു പോകാമല്ലോ നാട്ടിൽ, പഴയതുപോലെ നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം ജീവിക്കാമല്ലോ എന്നൊക്കെയുള്ള ഒരു ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് 9ാമത്തെ ദിവസം ഞാൻ ഇരിക്കുന്നത്. പിന്നെ അവിടെ വചനം സംസാരിക്കും. എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഞാനും എഴുന്നേറ്റ് നിന്നു. അങ്ങനെ വചനം സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അത് സ്പർശിച്ചു. എൻ്റെ കണ്ണ് സ്ഥാനേ അങ്ങ് അടഞ്ഞു, ധാരധാരയായി കണ്ണീർ ഒഴുകാൻ തുടങ്ങി 9ാമത്തെ ദിവസം. അപ്പോൾ വൈകുന്നേരത്തെ ആരാധനയിലാണ് ഇതുപോലെ പെട്ടെന്ന്, അതുവരെ വചനം എന്താണെന്ന് പോലും അറിഞ്ഞൂടാ, ഉടൻ തന്നെ ഒരു ഗോളം, ഒരു ഭയങ്കരമായ ഒരു ഗോളം, അഗ്നിഗോളം പോലെ ഒരു വലിയൊരു ഗോളം ഇങ്ങനെ ഇറങ്ങി എൻ്റെ ഉച്ചയിൽ ഇങ്ങനെ തലയെ കൂടി ഇറങ്ങി ഇങ്ങനെ തഴൂട്ടിങ്ങനെ വന്ന് എന്നെ എടുത്തും കൊണ്ട് ഒറ്റ പറപ്പങ്ങ് പറഞ്ഞു. ഈ ഏറ്റവും പുറകിൽ ബെഞ്ചിലിരുന്ന ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് 2 മണിക്കൂർ ഒറ്റയ്ക്ക് നിന്ന് ആരാധിച്ചു. മറ്റുള്ളവരുടെ എല്ലാവരും ആരാധനയും തീർന്നു, ആരും ആരാധിക്കുന്നില്ല. എൻ്റെ ആരാധന മാത്രം നൃത്തം വെച്ച് ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്നു അവിടെ. അത് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ, അപ്പോൾ അന്ന് അവിടുത്തെ ആ മീറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ദേവദാസൻ, അവിടുത്തെ മെയിൻ ദേവദാസൻ എന്ന് പറയുന്ന അദ്ദേഹം മരിച്ചുപോയി, വിൽസംബർ. അദ്ദേഹം പുതിയ ഒരു തരം വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹം എന്നോട് ഒരു പ്രവചനം പറഞ്ഞു. അത് കംപ്ലീറ്റ് നടന്നതാണ്. അന്ന് എന്നോട് വിൽസംബർ പ്രവചിച്ചത് മുഴുവനും അത് കംപ്ലീറ്റ് നിങ്ങൾ ലോകരാജ്യങ്ങളിൽ പോകുമെന്ന് പറഞ്ഞു. ഞാൻ 6-7 രാജ്യങ്ങളിൽ പോയി. ആത്മീയമായിട്ട് ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞു. ശരിയായിരുന്നു, വളരെ കറക്റ്റായിരുന്നു. ഞാൻ 6-7 രാജ്യങ്ങളിൽ ആത്മീയമായ രീതിയിൽ തന്നെ ഞങ്ങൾ പോവുകയും വരികയും ഒക്കെ ചെയ്തു. ദൈവാത്മാവ് ഉള്ളൊരു വ്യക്തി പ്രവചിക്കുമ്പോൾ
അത് നടന്നുകൊണ്ടേയിരിക്കുമെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അന്ന് രാവിലെ സ്നാനപ്പെടുത്തും അവിടെ വച്ച്. ഇന്ന് സ്നാനമുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ആരും പറഞ്ഞില്ല, ഒരു വ്യക്തി പോലും, അവിടെയുള്ള ഒരു വ്യക്തിയും പറഞ്ഞില്ല, എൻ്റെ മോൻ പറഞ്ഞില്ല, എൻ്റെ ഭാര്യ പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഞാൻ സ്നാനപ്പെടുന്നു. എന്തോ എൻ്റെ ഉള്ളിൽ ആരോ ഇരുന്ന് പറയുമ്പോഴും സ്നാനപ്പെടുന്നു, നീ ദൈവത്തോട് പറ്റിച്ചേർന്നു, നീ സ്ഥാനപ്പെട് എന്നിങ്ങനെ മന്ത്രിക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ പറഞ്ഞു ഞാൻ സ്നാനപ്പെടുന്നു. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരുമിച്ച് അവിടെ വെച്ച് സ്നാനപ്പെടുന്നു. ഇവരൊക്കെ സ്നാനപ്പെട്ടെങ്കിലും എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സ്നാനപ്പെടണം എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന ദൈവം കേട്ടതിൻ്റെ ഫലമായിട്ട് എന്നെ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ ഇറക്കി. ഞാൻ നൃത്തം ചെയ്ത് ആരാധിച്ച് ഒരു ശുശ്രൂഷ അങ്ങിച്ചു. അങ്ങനെ അവിടെ ദൈവപ്രവൃത്തി അവിടെ ശക്തമായിട്ട് ഇടപെട്ടു. അങ്ങനെ സ്നാനം സ്വീകരിച്ച് അച്ഛനും അമ്മയായിട്ട് നാട്ടിൽ വരാനായിട്ട് ദൈവം, തിരിച്ചു ഭവനത്തിൽ വരാനായിട്ട് ദൈവം കൃപ ചെയ്തു. യഥാർത്ഥത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ കേട്ടതുപോലെ ഒരു ചലഞ്ചായിട്ട് ഞാനും കൂടെ വരാം. ഇപ്പം എൻ്റെ സഹോദരൻ പറയുകയാണ് നമുക്കിങ്ങനെ ഒരു മീറ്റിങ്ങിന് ക്യാമ്പുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ പിതാവ് വളരെ ശക്തമായി, വളരെ പ്രതികൂലമായി ഇപ്പം അപ്പൻ്റെ വന്ന് ഞങ്ങളെ വീട്ടിലെ അമ്മയൊക്കെ പുറത്ത് ഇറക്കി ഓടിച്ച് ഇട്ടൊക്കെ അടിക്കുന്ന വളരെ മൃഗീയമായ മോശം വാക്കുകൾ കൊണ്ടും പരിഹാസവും, പൊട്ട് തൊടാത്ത അല്ലെങ്കിൽ പൂ വയ്ക്കാത്ത ഒരു ഭാര്യ എനിക്ക് വേണ്ട. അപ്പോൾ ബന്ധുക്കൾ തന്നെ പറഞ്ഞു, നീ അവരെ കളഞ്ഞിട്ടിങ്ങ് പോരെ, ഈ ഒരു അന്ന് എൻ്റെ 52 വയസ്സ്, നീ എന്തിനാണ് ഇതൊക്കെ സഹിച്ച് ഇവരെയും ഈ നാണക്കേട് സഹിച്ച് നടക്കുന്നത്, തിരികെ പോരെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന വളരെ എൻ്റെ പിതാവ് ഞങ്ങളെ വിട്ടു പോകും. ആ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് വരികയും എൻ്റെ സഹോദരനും അമ്മയും എൻ്റെ അപ്പനോട് ഇങ്ങനെ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 2-3 ദിവസം ഞങ്ങളുടെ കൂടെ വരണം, ഇത് ക്രൈസ്തവ വിശ്വാസം എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ അപ്പൻ്റെ ഇഷ്ടം പോലെ തീരുമാനമെടുത്തു. നേരത്തെ പിതാവ് പറഞ്ഞതുപോലെ പറഞ്ഞു, വരിക, യേശു തൊട്ടില്ല എങ്കിൽ ഡാഡിക്ക് ഇഷ്ടമുള്ളതുപോലെ വേണമെങ്കിൽ ഞങ്ങളും ആ വിശ്വാസത്തിൽ വരാം. അതൊരു ചലഞ്ചായിട്ടാണ് എൻ്റെ അപ്പൻ ഏറ്റെടുത്തത്. ഇനി ഇവരെ അടിക്കണ്ട, ഉപദ്രവിക്കേണ്ട, ഒന്നും ചെയ്യണ്ട, എനിക്ക് 1 10 ദിവസം വേണമെങ്കിലും ഞാൻ വന്നിരിക്കാം. അങ്ങനെ ആ ഒരു ഓണം സീസൺ ബാഗും എല്ലാം കെട്ടി ലവാർമിയ ക്രൂസൈഡിൻ്റെ ജെ വിൽസൺ ബ്രദർ നടത്തിയതായ 10 ദിവസത്തെ പവർ കോൺഫറൻസ് അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. 2000-ലാണ് ആ ക്യാമ്പ് നടക്കുന്നത്. ആ 2000-ലെ ആ ക്യാമ്പിൽ എനിക്കൊന്ന് 16-ാമത്തെ ബാച്ചിലാണ് എൻ്റെ പിതാവൊക്കെ പങ്കെടുത്ത് അതിൻ്റെ അനുഭവം പറഞ്ഞു. അതിനകത്ത് 9 ദിവസവും യാതൊരു അനുഭവമില്ലായിരുന്നു. പക്ഷേ മറ്റൊരു സൈഡിൽ ആ ക്യാമ്പിൽ പങ്കെടുത്ത ലീഡേഴ്സ്, വിൽസൺ ബ്രദറിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പേര് രാമചന്ദ്രൻ നായരുടെ മാനസാന്തരത്തിന് വേണ്ടി മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുകയും 9-ാമത്തെ ദിവസം അവിടുത്തെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഇടപെടുകയും ഒരു സെക്കൻഡ് കൊണ്ട് ആൾ മാറിയതുപോലെ ജീവിതം മാറ്റപ്പെട്ടു. അതുവരെ പരിഹസിച്ച് 9 ദിവസവും കളിയാക്കി ആരാധനകളെ, ഈ ആത്മീയ ജീവിത പെന്തക്കോസ് അനുഭവങ്ങളെയൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്ന എൻ്റെ അപ്പൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. നാം കേട്ടതുപോലെ അഭിഷിക്തൻ എൻ്റെ പിതാവിൻ്റെ മേൽ കരം വെച്ച് ദൈവിക ആലോചനകളെ പറഞ്ഞു. ലോകത്തിൻ്റെ മറ്റത്തോളം പോയി സാക്ഷിയാകുമെന്നുള്ള ആലോചനകൾ പറഞ്ഞു. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നപ്പോൾ എൻ്റെ പിതാവിന് തന്നെ തോന്നി എനിക്ക് സ്നാനം സ്വീകരിക്കണമെന്ന്. ആരും നിർബന്ധിക്കാതെ തന്നെ അന്ന് സ്നാനക്കടവിൽ ഏറ്റവും മുമ്പിൽ എൻ്റെ പിതാവാണ് നിന്നത്. ആരും ഒരു നിർബന്ധം കൂടാതെ തന്നെ എൻ്റെ പിതാവ് സ്നാനം സ്വീകരിപ്പാൻ ഇറങ്ങി. എൻ്റെ പിതാവിൻ്റെ കൂടെ മാത്രം ഞങ്ങൾ ഒരുമിച്ച് സ്നാനപ്പെടുമെന്ന് പ്രാർത്ഥിച്ച്, ഞാനും എൻ്റെ സഹോദരനൊക്കെ സ്നാനപ്പെടുമ്പോഴും എൻ്റെ അമ്മയുടെ ഒറ്റ പ്രാർത്ഥന, എൻ്റെ ഭർത്താവിനോടൊപ്പം എനിക്ക് ഒരുമിച്ച് സ്നാനപ്പെടണം. അങ്ങനെ പിടിവാശിയോടെ പ്രാർത്ഥിച്ച എൻ്റെ അമ്മ നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ പിതാവ് സ്നാനക്കടവിൽ നിൽക്കും. അങ്ങനെ എൻ്റെ അമ്മയും കൂടെ കടന്ന് പോയി ഒരുമിച്ച് സ്നാനം സ്വീകരിച്ച് ഭവനത്തിലേക്ക് വരുവാനിടയായി. എന്ന് പറഞ്ഞാൽ നരകതുല്യമായ ഒരു ജീവിതത്തിനകത്തായിരുന്നു ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷകരമാക്കി സ്വർഗത്തിൽ ദൈവം മാറ്റി. ഒത്തിരി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ കുടുംബപരമായി, എൻ്റെ അപ്പൻ്റെ കുടുംബപരമായി ഒത്തിരി ശാപങ്ങൾ നിറഞ്ഞൊരു കുടുംബമാണ്. അതിനകത്ത് ഒത്തിരി ആത്മഹത്യകൾ, പലരും, എൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങൾ പലരും
പരിധി എത്തുന്നതിന് മുമ്പേ ആത്മഹത്യ ചെയ്യും. എൻ്റെ അപ്പൻ്റെ ആ ജാതകം എഴുതുമ്പോൾ എൻ്റെ അപ്പൻ്റെ ആയുസ് എഴുതി വെച്ചിരുന്നത് 55 വയസ്സാണ്, അല്ലെ എൻ്റെ 55 വയസ്സ്. പക്ഷേ ഇന്ന് 77ാമത്തെ വയസ്സിലിരിക്കുന്നത് ഈ 55 വയസ്സ് കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ എൻ്റെ പിതാവ് ആത്മഹത്യ ചെയ്യാൻ വിദേശത്ത് ഗൾഫിൽ വെച്ച് ആത്മഹത്യ ചെയ്യാൻ കയറെടുത്ത് തൂങ്ങി മരിക്കാൻ ശ്രമിച്ച ഒരു സമയം. ഞങ്ങളിവിടെ ആ സമയങ്ങളിലാണ് ഞങ്ങൾ കുടുംബമായിട്ട് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ കുടുംബമായിട്ട് തന്നെ നഷ്ടപ്പെട്ടു പോകേണ്ട, ആ ശാപത്തിനകത്ത് വിട്ട് തീർന്നു പോകേണ്ട ഒരു സമയത്ത് ഞങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക ഈ ജാതകപ്രകാരമൊക്കെ പറഞ്ഞ ഒരു സമയത്ത് കണ്ടകശനി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അതിനകത്തൂടെ അതേ സിറ്റുവേഷൻ അകത്തൂടെ ഞങ്ങൾ പോയി. പക്ഷേ ആ സമയത്താണ് സർവശക്തനായ ദൈവം ഞങ്ങളെ തേടി വന്നത്.